ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ജെറമിയ വചനം 31 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകൻ റാമായിൽ ഒരു സ്വരം കേൾക്കുക. റാഹേലിനെ നമ്മുടെ വല്യമ്മച്ചി യാക്കോബിന്റെ ഭാര്യയെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. പറയുന്ന വചനം അല്പം ശക്തമോ മക്കളെ. റാഹേലെ ശവക്കുഴിന്ന് വെളിയിൽ വന്ന് കരക്കിരുന്ന് ഇപ്പോൾ വാവിട്ട് ഇസ്രായേൽ മക്കളെ നോക്കി വിലപിക്കുന്നു. ഞങ്ങളുടെ അപ്പം കുഴിപ്പുറത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നേ. ജെറമ്യാ പറയുന്ന വാക്കതാ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ സന്തതികളാണ്. യാക്കോബിന്റെ സന്തതികളുടെ അമ്മയുടെ പേരാ റാഹേല്, റേച്ചൽ. പറയുക, കുഴി പൊളിച്ച അവളിതാ കുഴിമാടത്തിന്റെ മോളിൽ വന്നിരുന്നു കൊണ്ട് നിന്നെ നോക്കി നിലവിളിക്കണ്ടോ. അമ്മയെ അടക്കിയെടുത്തുന്ന അമ്മ ഇറങ്ങി വെളിയിലിരിക്കുന്നൊക്കെ ധ്യാനിക്കണമെങ്കിൽ പറയാൻ തന്നെ പേടിയാകുന്നു. ഒന്ന് ആലോചിച്ച്. ജെറമ്യാ ഉപയോഗിക്കുന്ന ഒരു ഫിഗർ നിനക്ക് വഴിതെറ്റുമ്പോ, നിനക്ക് തെറ്റുപറ്റിയപ്പോൾ നിന്നെ തിരുത്തിയ അമ്മ ഇന്ന് ശവക്കുഴിന്ന് എഴുന്നേറ്റ് വന്നിരുന്ന് നിനക്ക് തിരുത്തൽ തരുന്നു. സാരമല്ല മക്കളെ, വചനത്തിന് ചില ഇമേജറീസ്. കാരണം എന്നാന്നറിയോ, ഇസ്രായേൽ ജനം മുഴുവൻ അടിമത്തത്തിൽ പോയി. ഒറ്റ കുഞ്ഞ്, അമ്മ വാതുക്ക വന്ന് നോക്കിയിട്ട് ഒറ്റ കുഞ്ഞിനെ കാണാനില്ല. ഇതാ റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കുന്നില്ല. ഇതൊരു നൊമ്പരമാ മക്കളെ. വാസ്തവത്തിൽ കല്ലറ പൊളിച്ച് അവൻ കല്ലറയ്ക്ക് മുകളിൽ വന്ന് നിന്നെത്തി നോക്കി, എന്നെയും നിങ്ങളെയും ഈശോയുടെ ഉദ്ധിതനായ കർത്താവ് മക്കളെ ഒരു ഉയർപ്പിന്റെ അനുഭവത്തിൽ ദുഃഖിച്ചും നിരാശപ്പെട്ടും തകർന്നും ഇരിക്കുന്ന മക്കൾക്ക് ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടി വലതു കൈ പൊക്കി ഹല്ലേലൂയ വിളിച്ചേ. ഹല്ലേലൂയ. അല്ലാത്ത ഭയങ്കര ഇമേജറി അല്ലേ ഇത്. അയച്ചടി അങ്ങ് പൊട്ടുന്നു. വീണ്ടും മത്തായി സുവിശേഷത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഈശോ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കൊച്ചുങ്ങളെയും വധിക്കണമെന്ന് കൽപ്പനയിടുമ്പോൾ പറയാ, ജെറമ്യാ പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതാ റാമായിൽ നിന്ന് ഒരു നിലവിളി. നമുക്ക് ഈ നിലവിളി കേൾക്കാനായിട്ട് പറ്റണം. എനിക്ക് തോന്നുന്നു ജീവിതത്തെ നമ്മൾ അല്പം കൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തെ അനേക കൊച്ചുങ്ങൾ, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഈ ശുശ്രൂഷയിൽ ഇന്ന് രാവിലെ വിമലയിലാണ് ഒത്തിരി യുവാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പയ്യന്മാർ, ഒത്തിരി പിള്ളേർ. വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കാൻ ഒത്തിരി പിള്ളേർ വരും. ഓൺലൈനായിട്ട് ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ ഒരു 80% 40 വയസ്സിന് താഴെയുള്ളവരാണ്. വിദേശത്തൊക്കെ പോയിരിക്കുന്ന മക്കള്, ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന അനേകം മക്കള് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുമ്പോ, കുഞ്ഞ് നിനക്ക് വേണ്ടി ഉയരുന്ന ദൈവത്തിന്റെ ഒരു നിലവിളിയുണ്ടെന്ന്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഉയർത്തുന്ന ഒരു നിലവിളി ഈ നോയമ്പ് കാലവതാ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മാങ്ങമ്പുഴ ബത്ലഹേം പള്ളിയിൽ കുരിശിന്റെ വഴിക്ക് പ്രസംഗിക്കാൻ പോയി. പരിശുദ്ധാത്മാവ് ചോദിപ്പിച്ചൊരു ചോദ്യം, അമ്മയെ കരയിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ?
ഞാൻ ഈ ചോദിച്ചു ഞങ്ങൾ മിക്കവാറും അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ണു തുടയ്ക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെറ്റ തള്ളയെ വിഷമിപ്പിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിന്നെ പതി നിന്റെ അമ്മ കരയാത്ത, അമ്മയെ കരയിപ്പിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് നീ പറഞ്ഞതിന്റെ ആയിരിക്കും, ചെയ്തതിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്ന ഒരു തകർച്ചയെ ഓർത്തായിരിക്കാം. ദൈവം ഇതല്ലേ എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ചപ്പോഴെങ്കിലും അവർ കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മ മഹത്വമാണ്. നല്ലൊരുത്തം വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്ന പയ്യൻ വാവിട്ട് നല്ല വിളിക്കുക. അവരെന്നോട് പറഞ്ഞു അപ്പം മരിച്ചു. കള്ളുകൂടിയനായിരുന്നു അച്ഛോ അപ്പൻ. അമ്മയെ എടുത്തിട്ട് തല്ലുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അവൻ പറയുക, ഞങ്ങളുടെ ദേശത്ത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ള വ്യക്തി എൻ്റെ അമ്മയാണച്ചാ. അമ്മ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ മരുമോള് വാതിലങ്ങോട്ട് അടച്ചിട്ട് അവൾ അകത്തോട്ടങ്ങ് പോയി. ഈ പാവസ്ത്രീ വന്ന് വാതിക്കൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അവരിറങ്ങിപ്പോയി. അനേകം കുടുംബങ്ങളുടെ കഥയാണ്. കൂട്ടിലടച്ച തത്തയെ പോലെ അകത്തൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന അമ്മമാര്, പ്രായമുള്ള അപ്പന്മാര്. മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇവനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പയ്യനെ അങ്ങോട്ടിടാം, തീ തുപ്പുക. അവന് സഹിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഓടി എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുക, വണ്ടി എടുത്തുകൊണ്ട് എങ്ങാണ്ടൊന്ന്. ഇവനിങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക എൻ്റെ മുമ്പിലിരുന്നുകൊണ്ട്, തീ തുപ്പുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ഇത്രയും വിഷമിച്ച് വന്നിട്ട്. ഇവൻ്റെ അകത്തുള്ള ചൂട് ഇവൻ തുപ്പുക. ചുമ ഉണ്ടാക്കി പറയുവല്ല. ഇത്രയും നൊമ്പരപ്പെട്ട ഒരു കൊച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവരെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ട് സാരമില്ലടാ, അവർക്ക് എന്തേലും വിഷമം ഉണ്ടായിരിക്കുന്നേ. നീ ചിന്തിക്കുന്ന പോലൊന്നും നിന്റെ അമ്മ ചിന്തിച്ച് കാണില്ല ചോ. അമ്മ സങ്കടമൊക്കെ പറയുന്ന എന്നോടാ. 4 or 5 ആമക്കളുണ്ട്, വേറെ ബാക്കിയൊക്കെ കണക്കാ. ഇവൻ്റെ അടുത്ത് സങ്കടം പറയണേ. അങ്ങനെ വീട്ടിൽ വന്നതാ. അറിയാലോ, ചില വീടുകളിലൊക്കെ അങ്ങനെയല്ലേ. ദൈവമക്കളെ സത്യമായിട്ട് തീ തുപ്പുന്ന മനുഷ്യൻ. ഞാൻ മിണ്ടിയില്ല. അവൻ പറയുന്ന മുഴുവൻ പറഞ്ഞോട്ട് അവന് ഇങ്ങനെ ഒച്ചത്തിൽ ഇവനിങ്ങനെ അകത്തുനിന്ന് തീ വെളിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുക. അവൻ വണ്ടി ഓടിച്ച് വന്നവനാ നോക്കണേ. AC വണ്ടിയെ കയറി വന്നവനവനാ. ദൈവമക്കളെ, ചങ്കിൻ്റെ അകത്തൊക്കെ തീ കിടക്കുമ്പോൾ ആ തീ തുപ്പിക്കളയണം. ഞാൻ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പോട്ടെ, സാരമില്ലെന്ന് വെക്ക്. നീ സ്നേഹിക്കുന്നുണ്ടല്ലോ നിന്നെ അമ്മേ. ഹല്ലേലൂയ. ഇവരെന്നോട് പറഞ്ഞല്ല അച്ചോ മുഴുവൻ തീയും പോയച്ചോ. അവൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു മുഴുവൻ തീയും പോയച്ചോ. എൻ്റെ സങ്കടമൊക്കെ മാറി. എനിക്ക് പറ്റുന്നില്ലായിരുന്നു, ആത്മഹത്യ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അവൻ പറഞ്ഞതിനോട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയെ അപമാനിച്ച് അവൾ ഇറക്കി വിട്ടു. ഇപ്പം പറയും ഞാനെന്തിനൊരു മോനാന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. ആ വീടിൻ്റെ മുമ്പിൽ തൂങ്ങിച്ചാകണമെന്ന് എനിക്ക് തോന്നിയച്ചാ. ഞാനെന്ന മകനുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അവരിങ്ങനെ അപമാനിതയാകുമോ? ഹല്ലേലൂയ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരമ്മ നിലവിളി, ദൈവത്തിൻ്റെ നിലവിളിയാ മക്കളെ. വെറുതെ ഒന്ന് ധ്യാനിച്ചാൽ മതി. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഒരു കൊച്ചിനെ കൊണ്ട് ഒരു അമ്മ അവിടെ നിൽപ്പുണ്ട്. അച്ഛാ ഇവള് 10ാം ക്ലാസ്, ഒറ്റ കരച്ചില്. അർത്ഥമെല്ലാം നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ. അച്ഛാ ഇവള് 10ാം ക്ലാസ്സിൽ, ഒറ്റ കരച്ചില്. അവള് കൂളായിട്ട് അവിടെ നിൽപ്പുണ്ട്. വിഷയം പഠിച്ചിട്ടൊന്നുമില്ല, ഫോണെ കളിയാ. അമ്മയുടെ ആഗ്രഹം ഇവള് തോറ്റിട്ട് എന്നെ അടുക്കാൻ പോവാ. ദൈവ പൈതലേ, നീ എന്ന പുരോഹിതൻ തോറ്റാൽ, നീ എന്ന കന്യാസ്ത്രീ തോറ്റാൽ, നീ എന്ന സന്യാസി തോറ്റാൽ, നീ എന്ന ഭർത്താവ് മകൻ തോറ്റാൽ, നീ എന്ന ഭർത്താവ് തോറ്റാൽ, നീ എന്ന ഭാര്യ തോറ്റാൽ, നിനക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു ദൈവമുണ്ടെന്താ? ദൈവത്തിന്റെ നിലവിളിയാ. നമ്മൾ വായിക്കുന്ന ജെറമ്യായ ഇച്ചിരി മുമ്പ് വായിക്കും, ചങ്കു പൊട്ടുന്നേ, ചങ്കു പൊട്ടുന്നേ, എൻ്റെ ചങ്കു പൊട്ടുന്നേ.
എള്ളുണ്ട്, ജർമ്മയാലുണ്ട്. നിങ്ങൾ വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിച്ചു. കിട്ടുവാണിപ്പം വായിച്ചു. എൻ്റെ ചങ്ക് പൊട്ടുവാണേ, എൻ്റെ ചങ്ക് പൊട്ടുവാണേ, ശമനമില്ലാത്ത ദുഃഖത്തിലാണേ, ചങ്ക് പൊട്ടുവാണേ. ജെറമ്യാ 8. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീണ്ട് കുറച്ചധികം ഉണ്ട് ജെറമ്യാ നമ്മളിത് വായിക്കുന്നത്. ഞാനത് ഓർക്കാതെ വായിച്ചതും. ചങ്ക് പൊട്ടുന്ന കഥകൾ പറയുന്ന ജെറമ്യാ പ്രവാചകൻ. ഞാൻ ആരെന്നാ പറയുന്നത്? നീ ജെറമ്യാ ആണെന്ന് പറയുന്നു. ചങ്ക് പൊട്ടുന്നൊരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. അവങ്ങളെ സത്യമാണ്. സ്വർഗത്തിലൊക്കെ ഇരുന്ന് ചിലർ കരയുന്നുണ്ട് നമ്മളെ പറയും. ഓർത്തോണം മക്കളെ, കർത്താവ് അരുളി ചെന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കാം. സ്റ്റോപ്പ് ക്രൈങ് ആൻഡ് വൈപ്പ് അവേ യുവർ ടീയേഴ്സ്. കർത്താവിൻ്റെ വാഗ്ദാനവും മക്കളെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ കണ്ണീര് തുടയ്ക്കുക, കരച്ചിൽ നിർത്ത്. ദൈവത്തെ നോക്കി തുടങ്ങുമ്പോൾ നിന്റെ കരച്ചിൽ നിൽക്കും. ദൈവത്തെ നോക്കുമ്പോൾ നിന്റെ കണ്ണീര് ദൈവം ഒപ്പിയെടുക്കുന്ന അനുഭവം ഉണ്ടാവും. ഏത് തകർച്ചയിലോ നൊമ്പരത്തിലോ നീ നിലവിളിച്ചാലും ശരി, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. നിന്റെ ശത്രുവിനെ നിന്നെ തൊടാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു വചനം നിങ്ങളൊന്ന് ഗ്രഹിക്കണേ. നിങ്ങളുടെ ശത്രുവിന്, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ദേഹത്ത് കൈവെക്കുന്നവന്റെ കൈ പൊള്ളും. പറഞ്ഞാ മതി. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ മേൽ കൈവെക്കുന്നവന്റെ കൈ പൊള്ളും. ധൈര്യമായിട്ട് നടന്നോ, ധൈര്യമായിട്ട് നടന്നോ. ഞങ്ങൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ദിവസങ്ങൾ ആരോ വരുന്ന കേസ് കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസം നിരഞ്ജനപ്പെട്ടു പോയി. എല്ലാം സംഭവിച്ചൊന്നും അറിയത്തില്ല. ഭയങ്കര വഴക്ക്, കേസ് മുത്തു വരിക. അവർക്ക് മനസ്സിലായി പിടിവിട്ട് പോവാന്ന്. നമ്മൾ ഒത്തിരി ഒന്നും ഭയപ്പെടേണ്ട, ഒന്നിനെയും ഭയപ്പെടേണ്ട. കാരണം നിന്നെ തൊടുന്നവൻ്റെ പൊള്ളി തുടങ്ങുമ്പോൾ അവനത് മനസ്സിലാകും. നിങ്ങൾക്കുള്ള വാഗ്ദാനം ഈ പറയാം. നിങ്ങൾ ഒന്നും തെക്കോട്ടും വടക്കോട്ടും ഒന്നും ഒരു മന്ത്രവാദം ഒരു കൂടോത്രവും നിങ്ങൾക്ക് ഇതിനായിട്ട് ബലപ്പെടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൈറേഞ്ചില് കൺവെൻഷന് ചെന്നപ്പം ആ വീട്ടിലൊരു പെങ്കൊച്ച്, അവളെന്നും അവൾക്ക് ചില ദിവസങ്ങൾ ഭ്രാന്ത് പിടിക്കുക, ബോധം കെടും, ചീത്ത വിളിക്കും, ശബ്ദിക്കും, എല്ലാം ഒരു ബഹളമാണ് ചില ദിവസങ്ങളിൽ. അവങ്ങളെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്കൊരു വചനം കിട്ടി. വചനം ഞാൻ മറന്നുപോയി. ഷബരാനായ വചനം കിട്ടി. പക്ഷെ വചനം വായിച്ചിട്ട് ഞാൻ ആ വചനം മടക്കി വെച്ചു. കാരണം അവരോട് പറഞ്ഞില്ല. വചനം ഞാൻ സംസാരിക്കാൻ തുടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇവരേതാണ്ട് അള്ളാപ്പാറയോ എങ്ങാണ്ട് പോയിരിക്കുക. അവിടുന്ന് ഒരു ചരടൊക്കെ വാങ്ങിച്ച് അരയെ കെട്ടിയിരിക്കുക. പിന്നെ പറഞ്ഞു, കൊച്ച് നീ പ്രസവിച്ച കൊച്ചല്ലേ, കൊച്ചിനും കിട്ടും, അതുകൊണ്ട് നീ അതിനെ കൂടെ അരയെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഒരു കുടുംബം തകരാൻ നീ ദൈവത്തിൽ ആശ്രയിച്ച് ഈ തകിടും ഈ ചരടും ഒക്കെ കെട്ടി നടക്കുന്ന എന്തിനാ? അതുപോലെ നിന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. ഒരു ചരടും ഒരു മന്ത്രത്തകിടും നിന്നെ തൊടാൻ പോകുന്നില്ല. വിശ്വസിക്കും മക്കളെ. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന് ഏത് തിന്മയുടെ മേലും അധികാരമുണ്ട്. നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിന് ഏത് തിന്മയുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീർ തുടയ്ക്കുക, കരച്ചിൽ നിർത്തുക. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നീതിമാന്റെ കഷ്ടതയ്ക്ക് പ്രതിഫലമുണ്ട് മക്കളെ. പറയൂ, ഐ ആഡ് അഗെയിൻ, ബി എ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവഹിതം നിറവേറ്റുന്നൊരു കൊച്ചാണ് നീ എന്ന് നിനക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നീ ഇറങ്ങി നടന്നുണ്ടാക്കൂട്ട. രാവും പകലും നീ ഇറങ്ങി നടന്നു, നിന്റെ ദേഹത്ത് ഒരു പൊടി മണ്ണ് വീഴത്തില്ല. ഹല്ലേലൂയ. കർത്താവ് തരുന്ന വാഗ്ദാനമായത്. നിന്റെ യാതനകൾക്ക് നിനക്ക് പ്രതിഫലം കിട്ടാൻ പോവുക. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. ആർക്കും തൊടാൻ പറ്റില്ല.
യു ബി എ സക്സസ്ഫുൾ പേഴ്സൺ. രോഗപീഠ ഉണ്ടായത്, കടക്കണി ഉണ്ടായത്. ചില മക്കളൊക്കെ വന്നിട്ട് വച്ചാ ഞങ്ങളനുഭവിച്ച ദാരിദ്ര്യം, ഞങ്ങളനുഭവിച്ച ദുരന്തങ്ങൾ. ഇന്ന് ജീവിതത്തിൽ ഒരു മനുഷ്യൻ പറയുക തെണ്ടിത്തിരിഞ്ഞ് നടന്നാച്ചോ. 3 മക്കളോ 4 മക്കളോ നിവൃത്തിയില്ലായിരുന്നു. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏതൊരുത്തനേക്കാളും വലിയ വീട് വെച്ച്, ഏതൊരുത്തനെ ഓടിക്കുന്ന വണ്ടിയേക്കാളും നല്ല വണ്ടി ഓടിച്ച്, ഏതൊരുത്തനെ കണ്ട കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ഉയർത്തിയച്ചോ. ഹല്ലേലൂയ. പട്ടിണി കിടന്ന നാളില്, അപമാനിക്കപ്പെട്ട നാളില്, ആ കൂരപ്പരയ്ക്കകത്ത് ഒരു തിരുഹൃദയത്തിന് മുമ്പിൽ തിരി കത്തിച്ച് ആ അമ്മയും അപ്പനും മക്കളെ കൂട്ടി മുട്ടും കുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് അറിയാവുന്ന കാര്യമായത്. പണ്ടത്തെ ജന്മിമാരെക്കാളും വലിയ വീട് വെച്ചിരിക്കുക ഇപ്പോഴും. ദൈവത്തിന് കാരുണ്യം എന്ന് പറയുന്നുള്ളൂ മക്കളെ. ദൈവം ആ മക്കളെ നടത്തിയ വഴികൾ. ഹല്ലേലൂയ. ശത്രുക്കൾ ദേശത്ത് നമ്മൾ തിരിച്ചു വരും. നിന്റെ ഭാവി, your future is filled with hope. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ദൈവങ്ങൾ എഴുന്നേറ്റ് ഈ സമയത്ത് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഏത് തകർച്ചയിലും ഏത് ദുരന്തത്തിലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. Your future is filled with God's hope. ഇരു കരങ്ങൾ ഉയർത്തി വിളിച്ചേ, കരയുന്നവരെ കൊച്ചത് വിളിച്ചേ, സങ്കടപ്പെടുന്നവരെ വിളിച്ചേ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ